36-ാം വയസ്സിൽ കൊല്ലപ്പെടുകയും മറവു ചെയ്യപ്പെട്ട ശരീരം വെളിയിലെടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി തെളിവ് പോലും ശേഷിക്കാതിരിക്കാൻ സൾഫ്യൂരിക് ആസിഡിൽ എരിച്ചു കളയപ്പെട്ട കോങ്കോ പ്രധാനമന്ത്രിയായിരുന്നു പാട്രിസ് ലുമൂംബ. 1958 മൂവ്മെന്റ് നാഷണൽ കോങ്കോലിസ് എന്ന പാർട്ടി രൂപീകരിക്കുന്നതിലൂടെയാണ് ലുമൂംബ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. വളരെ നാളത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം 1960-ലാണ് കോങ്കോ ബെൽജിയത്തിന്റെ കൊളോണിയൽ റൂളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത്. സ്വതന്ത്ര കോങ്കോയുടെ ആദ്യ പ്രധാനമന്ത്രിയായി പാട്രിസ് ലുമൂംബ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് കസാവൂബു ആയിരുന്നു. ബെൽജിയം രാജാവിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ ബെൽജിയം ഭരണത്തെ ആവോളം സ്തുതിച്ച പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് ശേഷം രാജാവിനെയും മറ്റ് പ്രതിനിധികളെയും സ്തബ്ധരാക്കിക്കൊണ്ട് ലുമൂംബ ഒരു തീപ്പൊരി പ്രസംഗം നടത്തി. കൊളോണിയൽ റൂളിൽ കോങ്കോയിലെ ജനങ്ങൾ അനുഭവിച്ച വംശീയ അധിക്ഷേപങ്ങളും പീഡനങ്ങളും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇതോടെ അദ്ദേഹം ബെൽജിയം ഭരണകൂടത്തിന്റെ പ്രധാന ശത്രുവായി മാറി. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം വീരനായകനായി മാറിയിരുന്നു. എന്നാൽ പുതിയതായി രൂപം കൊണ്ട ഭരണകൂടത്തിന് അധികനാൾ സുഗമമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. വിഘടനവാദികളുടെ നേതാവായ മോയിസ് ചോംബെ ബെൽജിയം സൈന്യത്തിന്റെ ഒത്താശയോടെ കോങ്കോയുടെ പ്രധാന പ്രവിശ്യയിൽ ഒന്നായ ഖത്താങ്ക പിടിച്ചെടുത്തു. ഗത്യന്തരമില്ലാതെ ലുമൂംബ UN-നെ സഹായത്തിനായി സമീപിച്ചു. UN പീസ് കീപ്പിംഗ് ഫോഴ്സ് കോങ്കോയിൽ എത്തിയെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ലുമൂംബ അവസാന ശ്രമം എന്ന നിലയിൽ സോവിയറ്റ് യൂണിയനെ സമീപിച്ചു. എന്നാൽ ഈ നീക്കത്തിന് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെറുത്തുനിൽപ്പുകളുണ്ടായി. വൈകാതെ പ്രസിഡന്റായ കസാവൂബു ലുമൂംബയെ സ്ഥാനഭ്രഷ്ടനാക്കി. എന്നാൽ അത് അംഗീകരിക്കാൻ ലുമൂംബ തയ്യാറായില്ല. ഈ അസ്ഥിരത മുതലെടുത്ത് സൈനിക മേധാവിയായ ജോസഫ് മുബൂട്ടു അധികാരം പിടിച്ചെടുത്തു. അട്ടിമറിക്ക് പിന്നാലെ ലുമൂംബ വീട്ടുതടങ്കലിലായി. അവിടെ നിന്ന് അനുയായികളോടൊപ്പം രക്ഷപ്പെട്ട അദ്ദേഹത്തെ മുബൂട്ടുവിന്റെ പട്ടാളക്കാർ പിടിച്ച് വിഘടനവാദികളുടെ നേതാവായ മോയിസ് ചോംബെക്ക് കൈമാറി. കൊടിയ മർദ്ദനത്തിന് ശേഷം അവർ അദ്ദേഹത്തെ വധിച്ച് ശവശരീരം മറവു ചെയ്തു. പിന്നീട് ബെൽജിയം സൈന്യം മൃതദേഹം പുറത്തെടുത്ത് ആസിഡിൽ ലയിപ്പിക്കുകയാണുണ്ടായത്. ലുമൂംബയോടുള്ള അവരുടെ പക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആകെ ബാക്കിയായത് അദ്ദേഹത്തിന്റെ സ്വർണം കെട്ടിയ ഒരു പല്ലാണ്. വർഷങ്ങൾ നീണ്ടുനിന്ന കോടതി വ്യവഹാരത്തിന് ശേഷം 2022-ൽ ബെൽജിയം അത് കോങ്കോയ്ക്ക് തിരിച്ചു നൽകി. അങ്ങനെ 61 വർഷങ്ങൾക്ക് ശേഷമാണ് ലുമൂംബയ്ക്ക് അദ്ദേഹം അർഹിച്ച സംസ്കാര ചടങ്ങുകൾ രാജ്യം നൽകുന്നത്.